ത്രിയേക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കൊറോണ ആയതുകൊണ്ട് അല്പം കൃഷി ആരംഭിച്ചിട്ടുണ്ട്. പള്ളിയുടെ കന്നിമൂലയ്ക്ക് 2-3 വേപ്പുകളുണ്ട്. വേപ്പിൻ്റെ ഇലയും കായും തൊലിയും തടിയുമെല്ലാം ഔഷധ ഗുണമുള്ളതാണ്. വായു നിർമ്മലീകരണവും അത് അവിടെ നിൽക്കുന്നത് കൊണ്ട് ഉണ്ടാവും. പക്ഷെ അതിൽ ഇലയില്ലാതായിരിക്കുന്നു. പലതരം വിത്തിൽ അതിൽ കുടിപാർപ്പ് തുടങ്ങിയിരിക്കുന്നു. അത് കുറേ നാളായി. ആകപ്പാടെ ഒരു അരോചകാവസ്ഥ. ഒരെണ്ണം ചുവടെ വെട്ടി. കാരണം അത് പൊട്ടിക്കിളർത്ത് വരുമ്പോൾ 2 കിളർപ്പുകൾ ശ്രദ്ധയോടെ വളർത്തണം. അതാണ് ഉദ്ദേശം. അത്ര തന്നെ. ഇസ്രായേൽ ജനം അടിമ വീട്ടിൽ നിന്ന് വരുന്ന വഴി സീനായ് മലയിൽ വെച്ച് യഹോവ അരുളി ചെയ്യുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വിശേഷപ്പെട്ട ജാതിയാണ് മറ്റ് ജാതികളിൽ വെച്ച്. പക്ഷേ കാലക്രമത്തിൽ അവർ അവരുടെ വിളിയും ലക്ഷ്യവും മറക്കുന്നു. അവരെ വെട്ടിക്കളയുന്ന കാര്യം യേശയ്യായുടെ പ്രവചനത്തിൽ നിന്ന് വായിക്കാം. 1 ദശാംശമെങ്കിലും ശേഷിച്ചാൽ അത് വീണ്ടും നാശത്തിനിരയായിത്തീരും. എങ്കിലും കരിമരവും കരുവേലവും വെട്ടിയിട്ടാൽ അവയുടെ കുറ്റിയിൽ ശേഷിക്കുന്ന പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും. യെശയ്യായുടെ പ്രവചനം 7:13. ആ കുറ്റിയിൽ നിന്ന് മുളച്ചു പൊന്തിയതാണ് ദൈവത്തിൻ്റെ വിശുദ്ധ സഭ. അതിലെ ജനവും അതിലെ നായകന്മാരും വീണ്ടും അതിനെ വെട്ടുവാൻ തക്കവണ്ണം ആക്കി തീർക്കരുത്. തുടക്കത്തിൽ ചിന്തിച്ച വേപ്പുമരം വായു നിർമ്മലീകരണ വസ്തുവാണ്, ആരോഗ്യപ്രദമാണ് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും. പക്ഷേ അതിന് ഇല ശേഷിക്കാതെ അന്യവസ്തുക്കൾ അത് കുടിപാർപ്പ് തുടങ്ങിയിരിക്കുന്നു. നമുക്കൊരു പഴഞ്ചൊല്ലില്ലേ, കുറുന്തോട്ടിക്ക് വാദം പിടിച്ചാൽ എന്താകും ഫലം? ഈ അവസ്ഥയാണ് വേപ്പിന്. നാം മറ്റുള്ളവർക്ക് സൽഗുണങ്ങൾ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട, വിളിച്ചു ചേർക്കപ്പെട്ട, തൻ്റെ പുണ്യാഹ രക്തത്താൽ വിലക്കൊള്ളപ്പെട്ടവരാണ്. മറ്റു ജാതികൾക്ക് മാതൃകയാവേണ്ടതാണ്. ഈ ക്രിസ്മസ് ഒരു പുതുക്കത്തിൻ്റേതാവട്ടെ. കൊറോണ നമുക്ക് പല താക്കീതും നൽകുന്നു. കൊറോണ കഴിഞ്ഞു വരുന്ന സുപ്രഭാതം ഒരു പുതിയ പ്രഭാതമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഒരു പുതുക്കത്തിൻ്റെ സന്തതികളാകുവാൻ ഞങ്ങളെ നാഥ അനുഗ്രഹിക്കണമേ. പുത്രോത്തര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നാം എല്ലാവരുടെ മേലും ഇന്നും എന്നാളും വർദ്ധിക്കുമാറാകട്ടെ.